ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ LDC സിലബസിലുള്ള വനവും വനവിഭവങ്ങളും എന്ന ഭാഗത്ത് നിന്ന് SCERT ചാപ്റ്റേഴ്സ് ഏതാണോ അതിലെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നുള്ള SCERT ചാപ്റ്ററിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ബുക്കിൽ നിന്നുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഈ വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗം വരുന്നത് വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന 8ാം ക്ലാസ്സിലത്തെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ആ ടെക്സ്റ്റ് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? അപ്പോൾ ഓരോ പ്രസ്താവനകൾ വായിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്ന ഭാഗമായ ജീവമണ്ഡലം ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇക്കോളജി എന്താണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ജൈവമണ്ഡലം എവിടെയൊക്കെയാണ് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിനടിയിലുമുള്ള എല്ലാ ജീവവും കാണപ്പെടുന്ന ഭാഗത്തെയും നമ്മൾ ജീവമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഇനി ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. അപ്പോൾ ഈ പോഷണതലവുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക. 1ാമത്തെ പോഷണതലത്തിൽ ആരാണ് പെടുന്നത്? ഇങ്ങനെയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉൽപാദകരാണ്, അതായത് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത് സസ്യങ്ങളാണ്. അപ്പോൾ ഉൽപാദകരാണ് 1ാം പോഷണതലത്തിൽ ഉൾപ്പെടുന്നവർ. പിന്നെ 2ാമത്തെ പോഷണതലത്തിൽ ഉള്ളത് ആരാണ്? സസ്യാഹാരികളാണ്, അതായത് ഈ 1ാമത്തേലുള്ള ഈ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന പ്രാഥമിക ഉപഭോക്താക്കളാണ് 2ാം പോഷണതലത്തിലുള്ളത്. ഇനി പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്ന ദ്വിതീയ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ മാംസാഹാരികളാണ് 3ാം പോഷണതലത്തിൽ ഉൾപ്പെടുന്നത്. ഇനി മാംസാഹാരികളെയും ഭക്ഷിക്കുന്നവരാണ് തൃതീയ ഉപഭോക്താക്കൾ, അവരാണ് 4ാമത്തെ പോഷണതലത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പട്ടിക ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. അപ്പം നിശബ്ദ വസന്തം എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. അപ്പോൾ നിശബ്ദ വസന്തത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ സി ആണ്, DDT. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഇതിൽ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ G. റോസൻ ആണ്. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ ഉൾപ്പെടുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്. 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ജൈവ വൈവിധ്യം എന്ന പദം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാൾട്ടർ G. റോസൻ ആണ് ആദ്യമായി ഉപയോഗിച്ചത്. ജൈവ വൈവിധ്യത്തിൽ എന്താ? ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യമുണ്ട്, സ്പീഷീസുകളുടെ വൈവിധ്യമുണ്ട്, ജനിതക വൈവിധ്യമുണ്ട്, എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ജൈവ വൈവിധ്യം സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആരാണ്? ഓപ്ഷൻ ബി ആണ്, IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അതിൻ്റെ ഫുൾ ഫോമും പഠിച്ചിരിക്കണം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി IUCNൻ്റെ ആസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. IUCNൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, സ്വിറ്റ്സർലാൻഡാണ് IUCNൻ്റെ ആസ്ഥാനം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സി മാത്രമാണ് ശരി. എയും ബിയും നോക്കുക. എക്സിറ്റു, അപ്പോൾ ആ വേർഡിൽ തന്നെയുണ്ട്. എക്സിറ്റു എന്ന് പറഞ്ഞാൽ പുറത്താണ്, അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക വ്യവസ്ഥകളിലല്ല, ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു. ആവാസ വ്യവസ്ഥകൾക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്നത് ഇൻസിറ്റു ആണ്. അതായത് എയും ബിയും തല തിരിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. താഴെ പറയുന്നവയിൽ എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ എക്സിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്താണ്, അതായത്
നമ്മളെന്താ അവരുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു എന്ന് പറയുക. അതിൽ പെടാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ്, കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഇൻസിറ്റു ആണ്. അപ്പോൾ ബാക്കിയുള്ള സുവോളജിക്കൽ ഗാർഡൻ, സൂ ആണെങ്കിലും ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെങ്കിലും ജീൻ ബാങ്ക് ഒക്കെ ആണെങ്കിലും എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിളാണ്. ഇനി ചേരുംപടി ചേർക്കുക. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ള എല്ലാം വംശനാശം സംഭവിച്ച ജീവികളാണ്. അപ്പോൾ അത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ജോയിൻ ചെയ്യിക്കേണ്ടത്. ഡോഡോ എന്ന് പറയുന്ന പക്ഷിയെ കാണപ്പെടുന്നത് എവിടെയാണ്? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡോഡോ കാണപ്പെടുന്നത് മൗറീഷ്യസ് ദ്വീപുകളിലാണ്. സഞ്ചാരി പ്രാവുകൾ കണ്ടുകൊണ്ടിരുന്നത് എവിടെയാണ്? അമേരിക്കകളുടെ ഭാഗത്താണ്. പിന്നെ ക്വാഗകൾ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ കണ്ടുപെടുന്നിരുന്ന ഒരു കാട്ടു സീബ്ര ഇനങ്ങളാണ് ക്വാഗകൾ. അപ്പോൾ ക്വാഗകൾ എന്താണെന്ന് ചോദിച്ചാൽ കാട്ടു സീബ്രയാണ്. ഓക്കെ, അപ്പോൾ കാട്ടു സീബ്രയുടെ ഇനമാണ് ക്വാഗകൾ. ആഫ്രിക്കയിലാണ് കണ്ടിരുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നത് ഇൻസിറ്റു ഏതാണെന്ന് ചോദിക്കണേ. എക്സിറ്റു നമ്മൾ പഠിച്ചു, സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് ആണ്. ഇനി ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല, കാരണം ഈ തന്നിട്ടുള്ളതെല്ലാം ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. ബയോസ്ഫിയർ റിസർവ് ആണെങ്കിലും ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണെങ്കിലും കമ്മ്യൂണിറ്റി റിസർവ് ആണെങ്കിലും കാവുകളാണെങ്കിലും എല്ലാം ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. ഇനി ചേരുംപടി ചേർക്കുക. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള സംരക്ഷണം, ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷ, ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക, മനുഷ്യവാസ മേഖലകളിൽ സംരക്ഷിക്കപ്പെടുന്ന ജൈവവൈവിധ്യ മേഖലകൾ. ഇത് റൈറ്റ് സൈഡുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യിക്കണം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള സംരക്ഷണം അതെന്താണ്? അത് കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷ വന്യജീവി സങ്കേതങ്ങളാണ്. ഇനി ആവാസ വ്യവസ്ഥകളെയും ജൈവവൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുന്നത് എന്താ? ബയോസ്ഫിയർ റിസർവുകളാണ്. ഇനി മനുഷ്യവാസ മേഖലകളിൽ സംരക്ഷിക്കപ്പെടുന്ന ജൈവവൈവിധ്യ മേഖലകൾ ഏത് തന്നെയാണ്? കാവുകൾ തന്നെയാണ്. അപ്പോൾ ഇതിലെ ബിയും സിയുമാണ് തലതിരിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി WWFൻ്റെ ആസ്ഥാനം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് ഫുൾ ഫോം. അത് നോട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്, സ്വിറ്റ്സർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉള്ളത് ഏതൊക്കെ ജില്ലയിലാണ്? സൂ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരവും തൃശ്ശൂരും. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ ഉള്ളത്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓപ്ഷൻ എ, തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാലോടാണ്. ഓപ്ഷൻ സി, പാലോട്, തിരുവനന്തപുരം. ഇനി മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഒളവണ്ണ കോഴിക്കോടാണ് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ചേരുമ്പോൾ ചേർക്കാനാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബയോസ്ഫിയർ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്കിവിടെ ജോയിൻ ചെയ്യേണ്ടത്, മാച്ച് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിൽ ബയോസ്ഫിയർ റിസർവ് ഏതാ? നീലഗിരി. അപ്പോൾ നീലഗിരി, അഗസ്ത്യമല എന്നൊക്കെ പറയുന്നത് ബയോസ്ഫിയർ റിസർവിന് എക്സാമ്പിളാണ്. കമ്മ്യൂണിറ്റി റിസർവായിട്ട് വരുന്നത് കടലുണ്ടിയാണ്. മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള കടലുണ്ടിയാണ് കമ്മ്യൂണിറ്റി റിസർവിന് എക്സാമ്പിൾ. നാഷണൽ പാർക്ക്, അപ്പോൾ ഇതിൽ നാഷണൽ പാർക്ക് വരുന്നത് ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല, അതുപോലെ തന്നെ ഇരവികുളം, സൈലൻറ്റ് വാലി, ഇതെല്ലാം നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ്. ഇനി വന്യജീവി സങ്കേതം ഏതാണ്? പേപ്പാറയാണ് വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ പെരിയാർ, വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം എല്ലാം അതിന് എക്സാമ്പിളാണ്. ഇനി ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് വരുന്നത് ഏതാണ്? വടക്കു കിഴക്കൻ ഹിമാലയം. അപ്പം വടക്കു കിഴക്കൻ ഹിമാലയം, അതുപോലെ തന്നെ പശ്ചിമഘട്ടം, ഇന്തോ ബർമ മേഖല, ഇതൊക്കെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾക്ക് എക്സാമ്പിളാണ്. വടക്കു കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം, ഇന്തോ ബർമ മേഖല, ഇതെല്ലാം ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിനും എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ചാപ്റ്ററിലെ ഓരോ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൽ ഭക്ഷ്യകാർഷിക വിളകളിൽ നിന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ആ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. ആ 2 ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്